Hi guys, welcome to my video. തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞില്ലേ? പൂര സ്പെഷ്യൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ഈ പ്രാവശ്യത്തെ കണ്ടില്ല, കഴിഞ്ഞ ബസ് ഞാൻ കണ്ടു. അങ്ങനെ ഇന്നത്തെ ദിവസത്തേക്കാണ് അത് പ്ലാൻ ചെയ്തത്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി. ഒരാൾക്ക് 35 രൂപയാവുന്നേ. ആദ്യം തന്നെ ചവിട്ടിയും കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ആയിരുന്നേ. നല്ല തിരക്കുണ്ടായിരുന്നു, വൈകുന്നേരമായിരുന്നു തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു വെറൈറ്റി സ്ലൈഡ്. കമ്മല്, മാല, വള അങ്ങനെ ഒക്കെ മേടിക്കുന്ന എനിക്ക് തോന്നി. പല തരത്തിലുള്ള കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടാ. ആ ചേട്ടൻ ഒരു കൊട്ടയിൽ തന്നു ഞങ്ങൾ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓരോന്നിന്റെ റേറ്റ് ചോദിക്കുമ്പോ നമ്മുടെ കണ്ണ് തള്ളൂട്ടാ. എല്ലാം കൂടെ നിങ്ങളെ നിരത്തി വെക്കണ കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. അടുത്തതെത്തിയത് വളരെ സ്ഥലക്കാട്ടാ. അവിടുത്തെ ചലഞ്ഞടുത്ത് ഞാൻ വാങ്ങിയത് 3 കൊലയാട്ടാ. അത് അച്ഛമ്മക്ക് ഇഷ്ടായി. ഒരെണ്ണത്തിന് 20 രൂപയായിരുന്നേ. ശ്രീകുടേച്ച് വള വേണമെന്ന് ചോദിച്ചപ്പോ ചേച്ചിക്ക് വള ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിക്കൊന്നും വാങ്ങിയില്ലാട്ടാ. രണ്ടമ്മമാരും കൂടി ഏത് കളർ എടുക്കണമെന്ന് തീരുമാനിക്കാറുണ്ട് കേട്ടാ. പാത്രങ്ങള് സ്ഥലത്തെത്തിയപ്പോ സന്നമേര് ആദ്യം 1 പാത്രം, കുറച്ചേരം അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളെല്ലാം പോന്നു. ഒരു ജലമിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കഴിക്കണമുണ്ടായിരുന്നു കേട്ടാ. പിന്നെ എനിക്കിഷ്ടമുള്ള വാട്ടർ കളർ ഉണ്ടായിരുന്നു കേട്ടാ, പല തരത്തിലുള്ളത്. പിന്നെ കുറെ കളിപ്പാട്ടങ്ങളും ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഒരു തരം ബുക്ക് കണ്ടേ, എഴുതിയ മായ്ക്കുന്ന ബുക്ക്. ആ ബുക്കിന് 100 രൂപയായിരുന്നു കേട്ടാ വില. അത് കഴിഞ്ഞ എക്സിബിഷന് വാങ്ങിയോണ്ട് ഈ എക്സിബിഷൻ ഞാൻ വാങ്ങിയില്ല കേട്ടാ. ഇങ്ങോട്ട് നോക്കി ഇത് നല്ല രസല്ലേ. അവൾക്കിപ്പോ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. സ്നാക്സ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുട്ടാ. അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോയപ്പോഴേക്കും ശ്രീകുട്ടേച്ചി എന്നെ വലിച്ചോണ്ട് പോയിട്ടാ. ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിച്ചാൽ മതി. പല തരത്തിലുള്ള മീനുകൾ അവരെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ ആസ്വദിച്ചു. എന്തായാലും വാങ്ങിട്ടില്ല, അപ്പൊ കണ്ണിന് ആസ്വദിക്കാലോ. നമ്മളെ വീട്ടിൽ തൂക്കുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല തരത്തിലുള്ള കുറേ മിഠായികളുണ്ടാവും. ജംസ് മിഠായി, ജീരക മിഠായി, കുറെ സാധനങ്ങൾ. എക്സിബിഷനില് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇതാട്ടാ. അമ്മയ്ക്ക് ഇതിൻ്റെയൊക്കെ സാധനം ഇഷ്ടാ. പക്ഷെ ഒന്നും വാങ്ങിയില്ലാട്ട അമ്മ. എന്നെ കൊണ്ട് വന്നിട്ടല്ലേ, കുറെ ചെലവുണ്ടാകുന്ന അമ്മയ്ക്കറിയാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സിബിഷൻ വരാൻ ബസ് പിടിക്കുന്നത്. അന്ന് ഞാൻ ഹെലികോപ്റ്റർ അതിന് 60 രൂപയായിരുന്നേ. അതിന് ശേഷം ഞാൻ ട്രെയിനിൽ കയറി. ചേച്ചി ഞാനും കൂടി ഒരുപോലെ ഹാപ്പിയാണ് അതിൽ കയറാൻ. ട്രെയിനില് ഒരാൾക്ക് 100 രൂപയാണ്. അമ്മയ്ക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. എൻ്റെ ഭാഷകാരൻ അമ്മ ചേച്ചിതാ. ചെല്ലുമ്പോ ട്രെയിൻ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കാറുന്നേ. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ കയറാൻ. ആദ്യമൊക്കെ അത് ഭയങ്കര സ്ലോവാണ്, എന്നിട്ട് ഫാസ്റ്റ് ആയിട്ടാ
പിന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടാ. നേരെ പോയത് കേട്ടാ. 5 വയസ്സിന്റെ താഴെയുള്ളവർക്ക് പൈസ വേണ്ട, അതുകൊണ്ട് എനിക്ക് പൈസ ഇല്ലായിട്ടാ. പക്ഷെ കേറിയപ്പോ ഞങ്ങൾക്ക് 3 നല്ല പേടിയായി. തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഓടാന്ന് വിചാരിച്ചതാ. നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അകത്തേക്ക് വരാം. അമ്മ വരുന്നില്ല പറഞ്ഞതാ. ചേച്ചി ഞാനും തന്നെ പോണെന്ന് വിചാരിച്ച അമ്മയും വന്നു. പകുതി കയറിയപ്പോ പിന്നെ ലൈറ്റൊക്കെ ആയിട്ടോ അവിടെ നിറയെ മൃഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ മുഖം കണ്ടാൽ നമുക്കറിയാം. ഞാൻ തിരിഞ്ഞൊക്കെ നോക്കുന്നതെന്തോ അവിടെ ആരെയും പിടിക്കാൻ വരുന്നോന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ നിർമ്മത്തിനല്ലേ കയറിയേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാരും ആകെ ക്ഷീണിച്ചു. കേറിപ്പോയാ പിന്നെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഒന്ന് കൂളാവാനായിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. അവിടെ നേരെ പോയത് മുറിനോക്കത്ത് പറഞ്ഞ സ്റ്റോക്ക് കാണാനാട്ടോ. അവിടെ ഈസി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 100 രൂപയാണ്. 5 വയസ്സിന്റെ താഴെ ഉള്ള കുട്ടികൾക്ക് പൈസ വേണ്ട. നമുക്ക് നഷ്ടായേനെ. എന്തൊരു രസാക്കണം. പിന്നെ ഓരോ പ്ലാനറ്റിലും എത്ര വെയിറ്റ് നമുക്ക് നോക്കാൻ പറ്റും. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി. പിന്നെ കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ട് പൊട്ടറ്റോസ് വാങ്ങി. ആദ്യമായിട്ടോട്ട് കഴിക്കണേ. ഭയങ്കര ഇഷ്ടമായിട്ടാ. ഒരെണ്ണത്തിന് 70 രൂപയാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പോയില്ല, ഇപ്പൊ വീണാനെ. ഭാഗ്യത്തിനോട് ചേച്ചൊന്ന് ശരിയാക്കി തന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ. അപ്പൊ എക്സ്പ്രഷൻ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.